ഇന്നത്തെ വാർത്താ സമ്മേളനം പൂർണ്ണമായിട്ടും കേരളത്തിലെ ബി.ജെ.പിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ്. കഴിഞ്ഞ 3 മാസത്തിലധികമായി സംസ്ഥാനത്ത് ഭാരതീയ ജനതാ പാർട്ടി വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ തികച്ചും ജനാധിപത്യപരമായ രീതിയിൽ ബൂത്ത് തലം മുതൽ ജില്ലാ ഘടകങ്ങൾ വരെയുള്ള പുനഃസംഘടന പൂർത്തിയാക്കിയിരിക്കുക. കേരളത്തിലെ 25,400ഓളം ബൂത്തുകളിൽ ഭാരതീയ ജനതാ പാർട്ടി ഇതിനോടകം 18,000-ലധികം ബൂത്തുകളിൽ വ്യവസ്ഥാപിതമായ കമ്മിറ്റികൾ, ഒരു പ്രസിഡന്റും 11 അംഗങ്ങളുമുള്ള ബൂത്ത് കമ്മിറ്റികൾ ഞങ്ങൾ രൂപീകരിച്ചു കഴിഞ്ഞു. മിനിമം 50 മെമ്പർമാരെങ്കിലും പ്രാഥമിക അംഗങ്ങളെങ്കിലും ഉള്ള ബൂത്തുകളിൽ മാത്രമാണ് ഒഫീഷ്യൽ കമ്മിറ്റികൾ നിലവിൽ വരുന്നത്. അങ്ങനെയുള്ള 18,000-ലധികം ബൂത്തുകളിൽ ഇതിനോടകം കേരളത്തിൽ ബി.ജെ.പിയുടെ ഒഫീഷ്യലായിട്ടുള്ള ഔദ്യോഗിക കമ്മിറ്റികൾ നിലവിൽ വന്നു. എല്ലാവർക്കും അറിയാം, ഞങ്ങൾക്ക് ഒരു 22,000 ബൂത്തിലധികം സ്ഥലങ്ങളിൽ, അപ്പുറത്തേക്കുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് നിർണായകമായിട്ടുള്ള സ്വാധീനമില്ല. മലപ്പുറം ജില്ലയിലെ ഏതാണ്ട് 60% ബൂത്തുകളിലും, കാസർഗോഡ് ജില്ലയിലെ ഏതാണ്ട് 10% ബൂത്തുകളിലും, കണ്ണൂർ ജില്ലയിലെ ഏതാണ്ട് 30% ബൂത്തുകളിലും ഞങ്ങൾക്ക് നാമമാത്രമായിട്ടുള്ള അംഗങ്ങളെ ഉള്ളൂ. ആകെയുള്ള 25,400 ബൂത്തുകളിൽ നിലവിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങളുള്ളത് 22,000-ലധികം ബൂത്തുകളിലാണ്. ഇതൊരു റിയാലിറ്റിയാണ്. കേരളത്തിൽ ഒരുപക്ഷെ CPM കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബൂത്തുകളിൽ പ്രവർത്തകരുള്ള പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി. കോൺഗ്രസിന് പോലും ഈ പറഞ്ഞ 25,000 ബൂത്തുകളിലും നേരിട്ട് ബൂത്ത് തലത്തിൽ പ്രവർത്തകരില്ല. കോൺഗ്രസിന് പോലും ബൂത്ത് കമ്മിറ്റികളില്ലാത്ത സ്ഥലങ്ങളിൽ കേരളത്തിൽ ബി.ജെ.പിക്ക് ബൂത്ത് കമ്മിറ്റികളുണ്ട്. ഈ 18,000-ലധികം ബൂത്തുകളിലും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ കമ്മിറ്റികൾ ഉണ്ടാക്കിയിരിക്കുന്നത്.